ഒരു കുഞ്ഞുമാ എന്താ ഓർജേ ഇപ്പൊ ചിക്കൻ തന്നല്ലേ ഉള്ളൂ. ആ ആ നോക്ക് ഓറഞ്ചിന് ഓട്ടിക്കാൻ വേണ്ടി നോക്കും ഒരാൾ. ഓറഞ്ച് നമ്മുടെ വീട്ടിലത്തെ ആളാണ് കേട്ടാ. കുഞ്ചുമ്മയ്ക്ക് മരുന്ന് കൊടുത്തപ്പോഴേ മൂപ്പര് ബാത്റൂമിൽ പോയി, വയറ് ശരിയായി കേട്ടോ. അപ്പോൾ ആൾ ഓക്കെ ആയി, ഇപ്പോൾ ഒന്ന് കളിക്കാനൊക്കെ തുടങ്ങി. കളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കിടന്നാണ്. മറ്റു രണ്ടാൾക്കാർ ഇങ്ങനെ നടക്കുക, ഓരോന്ന് മണത്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അതെ. മൂപ്പരൊക്കെ ആ മരുന്ന് കുടിച്ച് കഴിഞ്ഞപ്പോൾ ദഹനക്കേടിൻ്റെ പ്രശ്നമായിരുന്നേ, അതാണ് പാലൊന്നും കുടിക്കാത്ത. ഇപ്പോൾ ആൾക്ക് ഓക്കെ ആയിട്ടുണ്ട്. നോക്കിയപ്പോൾ മൂപ്പര് കുറച്ച് നേരത്തെ അപ്പുറത്ത് പറമ്പിൽ പോയി അപ്പിയിട്ടിട്ട് വന്നു. അതോടുകൂടി ഓക്കെ ആയി വയറ്. എന്തെങ്കിലും പറ്റാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, മണ്ണിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട്. ഇത് കണ്ട ഈ മണപ്പിച്ച് ഇങ്ങനെ നടക്കല്ലേ, അവിടെ ഒരാൾ ബാത്റൂം പോകുന്നത്. കൊയ് കൊയ് ഗ്രാ ആവൂ എന്താണ്? ആ ഓ നമ്മുടെ ഈ ഒരു ചെടിയിലൊരു പൂവുണ്ട് കേട്ടോ. പകൽ പൊത്തിങ്ങനെ വിരിഞ്ഞിരിക്കും. പക്ഷെ ഇതെന്ത് ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ പൂ കാണാൻ നല്ല ഭംഗിയാണ്. വേണ്ട വൈകുന്നേരമായി ഇങ്ങനെ വാടി ഒരുമാതിരി ഇങ്ങനെ തളർന്നിരിക്കും. പകലും മൊത്തം ഇങ്ങനെ വിരിഞ്ഞിരിക്കും കേട്ടോ. ആ ഭാഗത്ത് നമ്മൾ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നിറയുമ്പോൾ അവിടെയാണ് വീഴാറ്. അപ്പോൾ ആ തണുപ്പുണ്ട്. ഇതേ ഒരാൾ ബാത്റൂം പോയിക്കാം അപ്പുറത്ത് പറമ്പിൽ. കണ്ട ഇവർ ബാത്റൂം പോകുന്നൊക്കെ അപ്പുറത്ത് പറമ്പിൽ അതേ പോയിട്ട് വരുന്നു. ആ വെള്ളം വീഴുന്നതിൻ്റെ തണുപ്പ് അവിടെ ഉള്ളതുകൊണ്ട് അവരൊക്കെ അവിടെ കിടക്കുന്നു. കണ്ട വയറ് ശരിയായപ്പോൾ അമ്മൻ്റെ അടുത്ത് വന്ന് കിടക്കാൻ തുടങ്ങി. ഇത്തിരി പാലൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയറിൻ്റെ പ്രശ്നം വെച്ചിടാ. വയ്യെങ്കിലും അമ്മൻ്റെ അടുത്ത് വന്ന് കിടക്കണ കിടപ്പുണ്ടല്ലോ. അച്ഛോ ഡീ അപ്പം എൻ്റെ കുട്ടിയല്ലേ നീയേ? ഉമ്മയുടെ കുട്ടിയല്ലേ? കിടക്കണേണ്ട എന്താടാ അതിനാട്ടറ നോക്ക്. ഏത് നേരെ തല്ലി കൂടിയ ആ എന്താണ് എന്താണ് എപ്പോഴല്ലേ മമ്മ തന്നത്? ചിക്കൻ കഴിച്ചില്ലേ? ആ ഇപ്പം ചിക്കൻ കഴിച്ചില്ലേ ഉള്ളൂ. ഇവരുള്ളതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരാണ്ടിരിക്കുക. ഞാൻ മേലേക്ക് ഇട്ട് കൊടുത്ത് ചിക്കൻ. ചുണ്ടിരിയേ മടി ചുണ്ടിരി പിന്നെ